ഇക്വേഷന്റെ ബേസിക് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? എന്തോ എന്തോ പറ്റി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ബേസിക് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കംപ്ലീറ്റ് ചെയ്തെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല. കംപ്ലീറ്റ് ചെയ്തു. ടേക്ക് എ ഫ്രഷ് പേജ്, ഒരു പുതിയ പേജ് എടുക്കാം. ടേക്ക് എ ഫ്രഷ് പേജ്, ഒരു പുതിയ പേജ് എടുക്കാം. എടുത്തോ? ഇല്ല, എഴുതി വെച്ചേക്കോ. നോട് പുതിയ പേജ് എടുത്തിട്ട് ത്രൂ ദ ചാപ്റ്റർ എന്നല്ല എഴുതി വെച്ചേക്കോണോ? നിങ്ങൾ ബേസിക്കിനകത്തിലെ സം ഐഡന്റിറ്റീസ് വരെ എഴുതി വെച്ചേക്കുന്നേ. അത്രയുള്ളതിന്റെ ബേസിക്. ഇനി ഒരു പുതിയ പേജ് എടുക്കാം. എടുത്തോ? ആ പേജിന്റെ ഇടതുവശത്ത് മാർജിനിലോട്ട് എഴുതുക. ഇന്ന് എത്രാമത്തെ ക്ലാസ്? എത്രാമത്തെ ക്ലാസ്? 53ാമത്തെ ക്ലാസ്. ഡേറ്റ് 20/8/2026. തേഴ്സ്ഡേ പ്രസന്റ്. ആ പേജിന്റെ മുകളിൽ ഹെഡിങ് എഴുതുക, ത്രൂ ദ ചാപ്റ്റർ. THROUGH, ത്രൂ ദ ചാപ്റ്റർ. എഴുതിയോ? അടുത്ത വരിയിൽ സെക്ഷൻ 1 എഴുതിയോ? സ്ക്വയർ പ്രോബ്ലംസ്. സെക്ഷൻ 1 സ്ക്വയർ പ്രോബ്ലംസ്. ഓക്കെ അല്ലോ? ഇനി ഞാൻ പറയുന്ന സെന്റൻസ് പുസ്തകത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. When a square was enlarged, extending each side by 1 meter, its perimeter became 36 meters. What was the length of a side of the original square? ചോദ്യം കണ്ടോ? അതൊന്ന് പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്തു. അവിടെ എക്സാമ്പിൾ 1 എന്ന് എഴുതുന്ന പുസ്തകത്തില് അറിയോ? ആ ചോദ്യം ബുക്കിലോട്ട് എഴുതിക്കേ, എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട്. അനന്യ ചോദ്യം ഒന്ന് വായിച്ചേ. നിക്ക് അവിടെ ഒരു കോമ ഉണ്ട്. When a square was enlarged. അപ്പൊ കഥാനായകൻ ആരാണ്? enlarged സ്ക്വയർ ആണ്. ആരാണ്? അപ്പൊ സ്ക്വയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ when a square was enlarged എന്ന് പറഞ്ഞ അർത്ഥം, ഒരു സ്ക്വയറിനെ, ഒരു സമചതുരത്തിനെ എന്ത് ചെയ്യുന്നു? വലുതാക്കുന്നു. എങ്ങനെ? ബാക്കി വായിച്ചാട്ടെ. എക്സ്റ്റെൻഡിങ് ഈച്ച് സൈഡ് ബൈ 1 meter. അർത്ഥം എല്ലാ സൈഡും, എല്ലാ വശവും എത്ര വെച്ച് കൂട്ടി? 1 meter വെച്ച് കൂട്ടിയിട്ട് ഒരു സ്ക്വയറിനെ, ഒരു സമചതുരത്തിനെ എൻലാർജ് ചെയ്യിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം, ആദ്യം ഒരു സ്ക്വയർ ഉണ്ട്, സമചതുരമുണ്ട്. അതിന്റെ വശം എത്രയെന്നറിയാമോ? ഇല്ല. അത് നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. എന്നിട്ട് അതിൽ നിന്നാണ് രണ്ടാമത്തെ സ്ക്വയർ, രണ്ടാമത്തെ സമചതുരം ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു വശവും x+1. ഒന്നുകൂടെ, ആദ്യം ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സമചതുരം ഉണ്ട്. അതിന്റെ ഒരു വശം, ഒരു സൈഡ് നമ്മൾ തൽക്കാലത്തേക്ക് എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കും. ഇതിനെ എൻലാർജ് ചെയ്ത് വലുതാക്കിയാണ് രണ്ടാമത്തെ സമചതുരം, രണ്ടാമത്തെ സ്ക്വയർ ആക്കുന്നത്. എങ്ങനെ? ആദ്യത്തേതിനേക്കാൾ 1 meter കൂടെ കൂട്ടി. അപ്പൊ രണ്ടാമത്തേതിന്റെ ഒരു വശം എത്ര വരും? x+1. ബാക്കി വായിച്ചാട്ടെ. ഇറ്റ്സ് പെരിമീറ്റർ ബിക്കം 36. അതിന്റെ പെരിമീറ്റർ എത്ര ആയി മാറുന്നു? 36. ആദ്യത്തേതിന്റേതോ രണ്ടാമത്തേതിന്റെയോ? രണ്ടാമത്തേതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എത്ര ആയിട്ട് മാറുന്നു? 36 meter ആകുന്നു. അങ്ങനാണെങ്കിൽ അതുകൊണ്ട് ഈ ആദ്യത്തെ സ്ക്വയർ ഉണ്ടല്ലോ, ഒന്നാമത്തെ സമചതുരം വിഭാസെ, അതിന്റെ ഒരു വശത്തിന്റെ നീളം മാളവികയെ എത്ര ആണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇരിക്കും. അപ്പൊ എഴുതുക, ഫസ്റ്റ് സ്ക്വയർ. ആൻസർ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് സ്ക്വയർ.
ബ്രാക്കറ്റിൽ ഒറിജിനൽ സ്ക്വയർ, ഫസ്റ്റ് സ്ക്വയർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഒറിജിനൽ സ്ക്വയർ. എന്നിട്ട് ഈ സ്ക്വയർ, ചെറിയൊരു സ്ക്വയർ പേന കൊണ്ട് റഫായിട്ട് വരച്ചേ. ചെറിയ ഒരു സ്ക്വയർ പേന കൊണ്ട് റഫായി വരയ്ക്കാം. പഠിച്ചോ? അടുത്ത വരിയിൽ എഴുതുക വൺ സൈഡ് ഈക്വൽ ഒരു വശം സമം എക്സ്. എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്, നീ ഇതിനെ എൻലാർജ് ചെയ്ത് വലുതാക്കി അടുത്തൊരു സ്ക്വയർ ആക്കണമല്ലോ. അപ്പൊ അടുത്ത ഹെഡിങ് സെക്കൻഡ് സ്ക്വയർ എഴുതുക. സെക്കൻഡ് സ്ക്വയർ രണ്ടാമത്തെ സമചതുരം. ആദ്യത്തേതിനേക്കാൾ അല്പം വലുതാക്കി രണ്ടാമത്തേത് വരച്ചേ. ആദ്യത്തേതിനേക്കാൾ അല്പം വലുതാക്കി രണ്ടാമത്തേത് വരയ്ക്കാം. പറഞ്ഞാട്ടെ. വൺ സൈഡ് ഈക്വൽ ഒരു വശം സമം എക്സ് പ്ലസ് 1. സാർ എഴുതിയില്ലോ? എഴുതി. ഇനി ക്വസ്റ്റ്യൻ അകത്ത് ഒരു പെരിമീറ്ററിനെ കുറിച്ച് പറയുന്നില്ലേ? എഴുതിയാട്ടെ. പെരിമീറ്റർ ഈക്വൽ എത്ര പെരിമീറ്റർ? ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്. എത്ര പെരിമീറ്റർ? 36 36 മീറ്റർ ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ആളിന്റെ പെരിമീറ്റർ ആണോ രണ്ടാമത്തെ ആളിന്റെ പെരിമീറ്റർ ആണോ? രണ്ടാമത്തെ അല്ലേ? അല്ല അത് തന്നെയാണോ? അല്ല. രണ്ടാമത്തെ ആളിന്റെ ഒരു വശം എത്ര? x+1. അപ്പൊ അതിന്റെ പെരിമീറ്റർ, ഒരു സൈഡ് അറിയാമെങ്കിൽ ഒരു വശം അറിയാമെങ്കിൽ പെരിമീറ്റർ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 4 വശത്തിന്റെയും കൂടിയുള്ള നീളം കൂട്ടുമ്പോ കിട്ടുന്നതിന് പറയുന്ന പേരാണ് പെരിമീറ്റർ. അപ്പൊ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ എഴുതുക വിച്ച് ഇംപ്ലൈസ് 4 into 1 സൈഡ് ഒരു വശം സമം 36. അപ്പോൾ 4 into ഒരു വശത്തിന്റെ നീളം, ഒരു സൈഡിന്റെ ലെങ്ത് നിങ്ങൾ എന്തായിട്ട് എടുത്ത് വെച്ചേക്കുന്നേ? x+1. അപ്പൊ 4 into x+1 ഈക്വൽ 36. ഈ ഇടതുവശത്ത് 4 കൊണ്ട് എന്ത് ചെയ്തേക്കുന്നു? ഇൻഡു ചെയ്തേക്കുന്നു. അപ്പുറത്ത് കൊണ്ടുപോയാൽ അപ്പൊ x+1 ഈക്വൽ 36 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ x+1 ഈക്വൽ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതൊക്കെ എഴുതാനാ. 36 ഡിവൈഡ് ബൈ 4 9. അപ്പോൾ x ഈക്വൽ 9 പ്ലസ് 1 അപ്പുറത്ത് പോട്ടെ -1. അപ്പൊ x ഈക്വൽ 8. അല്ല, ആരായിരുന്നു ഈ x? നമ്മൾ ആദ്യം എടുത്ത സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശം, ഒരു സൈഡ്. അപ്പൊ അടുത്ത വല്ല എഴുതുക വിച്ച് ഇംപ്ലൈസ് one side of the original square, one side of the ഒറിജിനൽ സ്ക്വയർ അല്ലയോ? യഥാർത്ഥ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം സമം എക്സ് ഈക്വൽ 8. യൂണിറ്റ് മീറ്റർ. എങ്ങനെ മനസ്സിലായി മീറ്റർ ആണെന്ന്? പെരിമീറ്ററിന്റെ യൂണിറ്റ് നോക്കുക, 36 മീറ്റർ ആണ്. അപ്പൊ ഒരു വശത്തിന്റെ നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ. ഇത്രയാണ് നമ്മുടെ ആൻസർ. ഈ ഉത്തരം ശരിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? ഒന്നാമത്തെ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശം 8 ആണെങ്കിൽ
എന്തുവിടെ അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് സിനിമയും ആണെങ്കിൽ രണ്ടാമത്തേതിന്റെ ഒരു വശം 9ആയിരിക്കും. രണ്ടാമത്തേന്റെ ഒരു വശം 9 ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്ര വരും? 9 ഗുണം 4. 9 ഗുണം 4 36. കറക്റ്റ് ആണല്ലോ ആൻസർ. ശരി, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക്. എക്സാമ്പിൾ 2 അതേ പേജിൽ തന്നെ. when a square was enlarged, ഉണ്ടോ, extending each side by 1 meter, the area became 36 square meters. What was the length of a side of the original square? ചോദ്യം കണ്ടോ? അണ്ടർലൈൻ ചെയ്യുക. അത് എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിലോട്ട് എഴുതുക. എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിലേക്ക് എഴുതുക. എക്സാമ്പിൾ 2 വായിച്ചേ. നോക്കൂ, പഴയതുപോലെ തന്നെ ചോദ്യം തുടങ്ങിയാണ്. when a square was enlarged, അങ്ങനല്ലേ എക്സാമ്പിൾ 1 തുടങ്ങിയത്? വായിച്ചാട്ടെ എങ്ങനെ? അവിടെ എങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഒരു സൈഡ് ഓരോ വശവും എത്ര വെച്ച് കൂട്ടി? അടുത്താനിൽ 1 മീറ്റർ വെച്ച് കൂട്ടി. എത്ര വെച്ചാ വിഭാസ കൂട്ടിയത്? 1 മീറ്റർ വെച്ച്. എന്നിട്ട് അവിടെ എത്തിയപ്പോ ചോദ്യം മാറി. കഴിഞ്ഞ എക്സാമ്പിളിൽ നിങ്ങളോട് പെരിമീറ്ററിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ വന്നപ്പോൾ അത് എന്തായി മാറി? ഏരിയ ആയിട്ട് മാറി, പരപ്പളവായിട്ട് മാറി. അത് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 36. അത് ഒന്നാമത്തേന്റെ ആണോ രണ്ടാമത്തേന്റെ ആണോ? രണ്ടാമത്തേന്റെ പെരിമീറ്റർ ആണ് 36 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ സ്ക്വയറിന്റെ, അതായത് ഒന്നാമത്തെ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്, നീളം എത്രയാണെന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ തുടക്കമൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ ഇടയ്ക്ക് വന്നപ്പോ പെരിമീറ്ററിന് പകരം എന്ത് വന്നിരിക്കുന്നു? ഏരിയ. ഇരിക്കും, കഴിഞ്ഞതുപോലെ തന്നെ തുടങ്ങാം. അപ്പൊ എഴുതുക, ഫസ്റ്റ് സ്ക്വയർ, ഒന്നാമത്തെ സമചതുരം. ഫസ്റ്റ് സ്ക്വയർ, ഒന്നാമത്തെ സമചതുരം. എഴുതിയോ? ബ്രാക്കറ്റിൽ ഒറിജിനൽ സ്ക്വയർ. ഒറിജിനൽ സ്ക്വയർ, ഒറിജിനൽ സ്ക്വയർ. എഴുതിയോ? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ക്വയർ ഒന്ന് വരയ്ക്കാം, ഈ ചെറിയ സ്ക്വയർ ഒന്ന് വരയ്ക്കാം. പറഞ്ഞോ? പറഞ്ഞോട്ടെ. സ്റ്റെപ്പ് 2 സ്റ്റെപ്പൊക്കെ നിങ്ങൾ പറയാന്നുള്ളൂ. പറഞ്ഞോ. 1 സൈഡ് ഈക്വൽ ഒരു വശം സമം. 1 സൈഡ് ഈക്വൽ ഒരു വശം സമം എക്സ്. ബ്രാക്കറ്റിൽ സപ്പോസ് സങ്കല്പിക്കുക. ഇനി അതിന്റെ സൈഡൊക്കെ എന്ത് ചെയ്യണം? എൻലാർജ് ചെയ്യണം, വലുതാക്കണം. അപ്പൊ അടുത്ത വരിയില് സെക്കൻഡ് സ്ക്വയർ. സെക്കൻഡ് സ്ക്വയർ, രണ്ടാമത്തെ സമചതുരം. അപ്പൊ ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടെ വലുതായ ഒരു സമചതുരം സ്ക്വയർ അങ്ങോട്ട് വരയ്ക്കാം. അറിയോ? 1 സൈഡ് ഈക്വൽ ഒരു വശം സമം. 1 സൈഡ് ഈക്വൽ ഒരു വശം സമം ഉണ്ടെന്നില്ല, എക്സ് പ്ലസ് 1. അത്രയും വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ക്വസ്റ്റ്യനകത്തില്ല. അടുത്തതായിട്ട് ആരെ കുറിച്ചാ പറയുന്നേ? എഴുതുക, ഏരിയ പരപ്പളവേ സമം. ഏരിയ പരപ്പളവേ സമം 36 സ്ക്വയർ മീറ്റർ. സ്ക്വയർ മീറ്റർ മീൻസ് സ്ക്വയർ മീറ്റർ. ആദ്യമായിട്ട് വെക്കുന്നു സ്ക്വയർ മീറ്റർ. ഇങ്ങനെ എഴുതും സ്ക്വയർ മീറ്റർ. മീറ്റർ സ്ക്വയർ, m⁻². ഇതാണ് മീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. അത്രയും വരെ ഓക്കെ ആണല്ലോ. വിച്ച് ഇംപ്ലൈസ്, എങ്ങനെയാണ് സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? സൈഡിന്റെ സ്ക്വയർ. സൈഡിന്റെ, അതായത് സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോഴാണ് പഠിച്ചേട്ടാ ഏരിയ കിട്ടുന്നത്. സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. സൈഡ് ഇൻറ്റു സൈഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈഡിന്റെ എഴുതുക, വിച്ച് ഇംപ്ലൈസ് സൈഡ് സ്ക്വയർ ഈക്വൽ 36.
സൈഡ് സ്ക്വയർ ഈക്വൽ 36. സൈഡ് എത്ര? എക്സ് പ്ലസ് 1. രണ്ടാമത്തെ സൈഡ് എത്ര? എക്സ് പ്ലസ് 1. അപ്പോ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. ഇനി പേനദാസ് വെച്ച് ബുക്ക് അടച്ചു വെച്ച് ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇപ്പൊ എഴുതി നിർത്തിയിരിക്കുന്ന സ്റ്റെപ്പിന്റെ അർത്ഥം, ഏതോ ഒരു നമ്പരിനോട് ഒന്ന് കൂട്ടി എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുത്തു, എന്നുവെച്ചാൽ ആ നമ്പരിനെ അതുകൊണ്ട് തന്നെ ഗുണിച്ചു. അപ്പൊ എത്ര കിട്ടി? 36 കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് പ്ലസ് 1 ഈക്വൽ റൂട്ട് ഒരു ചെറിയ തിരുത്തുണ്ട്, പ്ലസ് ഓർ മൈനസ് റൂട്ട് 36. റൂട്ട് 36 ഐഡിയ എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ പ്ലസ് ഓർ മൈനസ് എങ്ങനെ വന്നൊരു ചെറിയ സംശയം ഉണ്ട്. നോക്കാം. 5ന്റെ സ്ക്വയർ എത്ര? 5ന്റെ സ്ക്വയർ 25. അപ്പൊ തിരിച്ച് 25ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 5. ഇങ്ങനെ ഒരു സംഗതി 7ാം ക്ലാസ് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? -5ന്റെ സ്ക്വയർ എത്ര? -5ന്റെ സ്ക്വയർ -5 ഗുണം -5 25. തിരിച്ച് റൂട്ട് ഓഫ് 25 -5. -5ന്റെ സ്ക്വയർ ആണ് 25 എങ്കിൽ തിരിച്ച് 25ന്റെ സ്ക്വയർ റൂട്ടാണ് -5. അപ്പോൾ 25ന് എത്ര സ്ക്വയർ റൂട്ട് ഉണ്ട്? 2 സ്ക്വയർ റൂട്ട് ഉണ്ട്. ഏതൊക്കെ? +5 ഉണ്ട്, -5 ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ എഴുതി വെക്കാം, √25 സമം ഒരെണ്ണം +5 ഒരെണ്ണം -5. രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോഴാണ് +or-5. അപ്പം 36ന്റെ റൂട്ട് +or-6, 49ന്റെ റൂട്ട് +or-7, 64ന്റെ റൂട്ട് +or-8, 81ന്റെ റൂട്ട് +or-. അപ്പൊ പഠിച്ചു വെച്ചോണം, ഒരു നമ്പറിന് എത്ര സ്ക്വയർ റൂട്ട് ഉണ്ട്? 2 എണ്ണം. ഒന്ന് അതിന്റെ പോസിറ്റീവ് നമ്പരും ഒന്ന് അതിന്റെ തന്നെ നെഗറ്റീവ് നമ്പരും. അപ്പൊ ഇവിടെ എങ്ങനെയാ +or- വന്നത് മനസ്സിലായോ? ആയോ? അപ്പോ എക്സ് പ്ലസ് 1 ഈക്വൽ +or-36ന്റെ റൂട്ട് 6. അപ്പൊ എക്സ് പ്ലസ് 1ന് എത്ര വിലയുണ്ട്? എക്സ് പ്ലസ് 1ന് എത്ര വിലയുണ്ട്? 2 വില. ഏതൊക്കെ? ഒരെണ്ണം +6ഉം ഒരെണ്ണം -6ഉം. നോക്കിയാട്ടെ, എക്സ് പ്ലസ് 1 ഈക്വൽ 6. അപ്പൊ എക്സിന്റെ വില 6. +1 അപ്പുറത്ത് പോട്ടെ, -1. അപ്പൊ എക്സിന്റെ വില ഓർ അല്ലെങ്കിൽ എക്സ് പ്ലസ് 1ന്റെ അടുത്ത വില -6. അപ്പോൾ എക്സ് ഈക്വൽ -6 +1 അപ്പുറത്ത് പോട്ടെ, അപ്പോൾ എക്സ് ഈക്വൽ -7. എക്സ് ഈക്വൽ, അപ്പൊ എക്സിന് എത്ര വില കിട്ടി? 2 വില കിട്ടി. എത്ര വില കിട്ടി? നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? ഒന്നാമത്തെ സ്ക്വയറിന്റെ ഒരു വശത്തിനെയാണ്, ഒരു സൈഡിനെയാണ്. അതിനിപ്പോ എത്ര വില കിട്ടി? 2 വില. ഏതൊക്കെ? 5ഉം കിട്ടി, -7ഉം കിട്ടി. 5ഉം കിട്ടി. എന്തെങ്കിലും അഭിപ്രായം വല്ലതും പറയണോ? ഇല്ല. സ്ക്വയറിന്റെ ഒരു സൈഡായിട്ട് എന്ത് നമ്പർ പറയില്ല? നെഗറ്റീവ് നമ്പർ പറയില്ല. 7ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞായിരുന്നോ -7 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞായിരുന്നോ? എന്താ കാര്യം?
സ്ക്വയറിന്റെ സൈഡായിട്ട് സമചതുരത്തിന്റെ വശമായിട്ട് എന്ത് നമ്പർ എടുക്കാൻ പറ്റത്തില്ല? അപ്പൊ പിന്നെ ഏത് നമ്പർ എടുക്കാൻ പറ്റൂ? ഏത് നമ്പർ എടുക്കാൻ പറ്റൂ? 5 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ക്വയറിന്റെ ഒരു വശം ഒരു സൈഡ് എത്ര? 5. അപ്പൊ രണ്ടാമത്തേതിന്റെ ഒരു വശം 5 + 1 6. ഒരു വശം 6 വരുമ്പോഴല്ലേ അതിന്റെ ഏരിയ 6ന്റെ സ്ക്വയറായ എത്ര വരുന്നത്? 36 വരുന്നത്. ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിൽ ഏതാണ്ട് എല്ലാ കണക്കുകളും ചെയ്യുമ്പോ നിങ്ങൾക്ക് എക്സിന് എത്ര വില കിട്ടും? അതിൽ സാഹചര്യം നോക്കി ചില വില നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം നമ്മൾ ചെയ്ത തെറ്റാന്നല്ല, ആ സാഹചര്യത്തിൽ ആ വില എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുക്കാൻ പറ്റത്തില്ല. ഇത്രയും വരെ മനസ്സിലായോ? ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നെങ്കിൽ. അപ്പോ എക്സസൈസ് 1-ലെ ഒന്നാമത്തെ ചോദ്യം വായിച്ചാട്ടെ. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് reduced by 2 meters to make a ഇതിപ്പോ ഞാനോ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നത്. to make a smaller square, its area became 49 square meter. What was the length of a side of the original square? ചോദ്യം ശ്രദ്ധിച്ചു വായിക്കണം. നമ്മൾ പഠിച്ച എക്സാമ്പിൾ 1-ലും എക്സാമ്പിൾ 2-ലും ഉപയോഗിച്ചിരുന്ന വാക്ക് എൻലാർജ്ഡ് എന്നായിരുന്നു. എന്നുവെച്ചാൽ ആദ്യം എടുത്തതിനെ വലുതാക്കിയാണ് രണ്ടാമത്തേതാക്കുന്നത്. ഇവിടെ എന്തോ വാക്ക്? റെഡ്യൂസ്ഡ് എന്നാണ്. അപ്പോ ലോജിക്ക് അനുസരിച്ച് എടുത്താൽ നമ്മൾ ആദ്യം എടുക്കുന്ന സ്ക്വയർ എന്തായിട്ട് വരയ്ക്കണം? വലുതായിട്ട് വരയ്ക്കണം. ഇതിന്റെ ഒരു സൈഡ് എന്തായിട്ട് എടുക്കണം? എക്സ്. അങ്ങനെയാണോ എല്ലാവരും എടുത്തേക്കുന്നത്? ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഒറിജിനൽ സ്ക്വയർ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു സ്ക്വയർ വരച്ചു. അതിന്റെ ഒരു വശം ഒരു സൈഡ് എന്തായിട്ട് എടുത്തു? എക്സ്. 1 സൈഡ് ഈക്വൽ ഒരു വശം സമം എക്സ്. ബ്രാക്കറ്റിൽ ഇനിയത്തെ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ സൈഡുകളൊക്കെ വശങ്ങളൊക്കെ എന്ത് ചെയ്തു? വലുതാക്കിയോ ചെറുതാക്കിയോ? ചെറുതാക്കി. അപ്പൊ സെക്കൻഡ് സ്ക്വയർ രണ്ടാമത്തെ സമചതുരം ആദ്യത്തേതിനേക്കാൾ വലുത് വരയ്ക്കുമോ ചെറുത് വരയ്ക്കുമോ? വലുത് വരയ്ക്കുമോ ചെറുത് വരയ്ക്കുമോ? ചെറുത് വരയ്ക്കും. എന്തുകൊണ്ട്? 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 സൈഡ് റെഡ്യൂസ് ചെയ്തതാണ്. എത്ര വെച്ചാ റെഡ്യൂസ് ചെയ്തത്? എത്ര വെച്ചാ കുറച്ചത്? 2. അപ്പോൾ ഇതിന്റെ ഒരു വശം ഒരു സൈഡ് എന്തോ വരും? x-2. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ 1 സൈഡ് ഈക്വൽ ഒരു വശം സമം x- അവിടം വരെ കറക്റ്റ് ആണോ നോക്കിക്കേ. ഫിഗർ ഉൾപ്പെടെ കറക്റ്റ് ആണോ നോക്കണം. ആണോ? ആർക്കെങ്കിലും തിരുത്താനുണ്ടോ? ആർക്കെങ്കിലും തിരുത്താനുണ്ടോ? ഇല്ല. ഉണ്ടോടെ? ഇല്ല. ഇനി ചോദ്യത്തിൽ ഒരു ഏരിയ പറയുന്നില്ലേ? അത് ആരുടെ ഏരിയയാണ്? ആരുടെ ഏരിയ? ഒന്നാമത്തേന്റെയോ രണ്ടാമത്തേന്റെയോ? രണ്ടാമത്തേതിന്റെ ഏരിയ. ഇനി ബുക്ക് അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഏരിയ ഈക്വൽ പരപ്പളവേ സമം എത്രന്നാ പറഞ്ഞേക്കുന്നത്? 49. യൂണിറ്റ് സ്ക്വയർ മീറ്റർ ആണോ? ബ്രാക്കറ്റിൽ ഗിവൺ. രണ്ടാമത്തേതിന്റെ ഒരു വശം ഒരു സൈഡ് എത്രയാണ്? x-2. അപ്പൊ അതിന്റെ ഏരിയ പരപ്പളവ് ഉണ്ടെന്നില്ല. അതിന്റെ ഏരിയ പരപ്പളവ് ഇവിടെ ഒരു വശം ഒരു സൈഡ് x-2. അപ്പൊ അതിന്റെ ഏരിയ x-2 the whole square is equal to whole square is equal to 49. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x-2ന്റെ വില എന്തോ വരും? ±√49. അപ്പോൾ x-2 is equal to ±49ന്റെ റൂട്ട് 7. അപ്പോൾ x-2വിന് എത്ര വിലയുണ്ട്? 2 വില. ഏതൊക്കെയാണ് 2 വില? x-2വിന്റെ ഒരു വില +7 ഓർ x-2വിന്റെ രണ്ടാമത്തെ വില -7. x = 7 -2 അപ്പുറത്ത് പോട്ടെ +2. അപ്പൊ x = 7 + 2
7 + 2 9. ഇനി ഇപ്പുറത്ത് പറഞ്ഞാട്ടെ എക്സ് ഈക്വൽ -7. ഇത് ഇപ്പുറത്ത് വരട്ടെ +2. എക്സ് ഈക്വൽ -7 + 2. -7 + 2. ഒരാള് നെഗറ്റീവ് ഒരാള് പോസിറ്റീവ് ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 7 ന്ന് 2 കുറച്ച് 5. വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ ആൻസർ -5. ഇവിടെ വരെ കറക്റ്റ് ആണോ നോക്കിക്കേ. ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? സൈഡ് എന്ന് മനസ്സിലായി. ആരുടെ സൈഡ്? ഒന്നാമത്തേന്റെ രണ്ടാമത്തേന്റെ. ഒന്നാമത്തേന്റെ ഒരു സൈഡ്. ആ എക്സിനാണ് നിങ്ങൾക്ക് ഇപ്പൊ എത്ര വില കിട്ടിയത്? 2 വില. ഏതൊക്കെ? 9 എന്നും കിട്ടി, -5. ഇനി അഭിപ്രായം പറയും. സ്ക്വയറിന്റെ ഒരു സൈഡാണ് എക്സ്. ആ എക്സിനാണ് 9 എന്നും -5 എന്നും വില കിട്ടിയത്. ഇനി ബാക്കി അഭിപ്രായം പറയുന്നു. ഇതിലെ ഏത് വില എടുക്കില്ല? അപ്പൊ അടുത്ത വലിയ എഴുതുക. എക്സ് ഈക്വൽ -5. എക്സ് ഈക്വൽ -5 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. നോട്ട് അക്സെപ്റ്റബിൾ, എടുക്കാൻ സൗകര്യമില്ല എന്ന് പച്ച മലയാളം. നമ്മൾ കുറച്ച് സാഹിത്യ ഭാഷയെ പറഞ്ഞിരിക്കുന്നു. സ്വീകാര്യമല്ല. ആ വില എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുക്കാൻ പറ്റത്തില്ല. അതെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം എക്സിന്റെ ഏത് വില എടുക്കാവുന്നതാണ്? അരോഷേ, ഏത് വില എടുക്കാവുന്നതാണ്? 9. അപ്പൊ therefore x ഈക്വൽ, ഇതൊക്കെ എഴുതാന്, therefore x ഈക്വൽ 9. നിങ്ങളോട് എക്സ് കണ്ടുപിടിക്കാനല്ലല്ലോ ചോദ്യം. എന്തോ ചോദ്യം? ഒറിജിനൽ സ്ക്വയറിന്റെ യഥാർത്ഥ സമചതുരത്തിന്റെ ഒരു വശം എന്താണ്, ഒരു സൈഡ് എന്താണെന്നല്ലേ. അപ്പൊ അടുത്ത വലിയ എഴുതുക. വിച്ച് ഇംപ്ലൈസ് ലെങ്ത് ഓഫ് എ side of the original square. Length of a side of the original square equal x. Equal 9. യൂണിറ്റ് കൂടെ പറയണ്ടേ? ഏരിയയുടെ യൂണിറ്റ് എന്തുവായിരുന്നു? മീറ്റർ സ്ക്വയർ. അപ്പൊ ഒരു വശത്തിന്റെ നീളം മീറ്റർ. 9 മീറ്റർ. നോക്കിക്കേ. അപ്പൊ ഒന്നാമത്തേന്റെ ഒരു വശം 9. രണ്ടാമത്തേന്റെ ഒരു വശം 9 - 2 = 7. രണ്ടാമത്തേന്റെ ഒരു വശം 7 വരുമ്പോഴാണ് അതിന്റെ ഏരിയ 7ന്റെ സ്ക്വയറായ ആരായിട്ട് മാറുന്നത്? 49 ആയിട്ട് മാറുന്നത്. നിങ്ങൾ ആ നോട്ട്ബുക്ക് നിർത്തി അതിനകത്ത് ഒരു കറക്ഷൻ വരുത്തിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ നോട്ട് ബുക്കിലെ രണ്ടാമത്തെ കണക്ക് നടത്തി. എക്സാമ്പിൾ 2 എടുത്തോ. അവിടെ നിങ്ങൾക്ക് എക്സിന് ഇതുപോലെ 2 വില കിട്ടിയില്ലായിരുന്നോ? ഏതൊക്കെ വിലയായിരുന്നു എക്സിന് കിട്ടി? 2 വില. 5ഉം അവിടെ എന്തെങ്കിലും സ്റ്റെപ്പ് വല്ല എഴുതിയായിരുന്നോ? ബാക്കി ഇല്ല. അപ്പൊ അവിടെ എഴുതാനുണ്ട് ഇതുപോലെ. എക്സ് ഈക്വൽ -7 നോട്ട് ബുക്കിലാണ്. ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. എക്സ് ഈക്വൽ -7 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. എഴുതിയോ? therefore x ഈക്വൽ, അപ്പൊ പിന്നെ അവിടെ എടുക്കാവുന്ന എക്സിന്റെ വില ഏതായിരുന്നു? 5. ആ കണക്കിനകത്തിൽ എക്സ് ആരായിരുന്നു? അതുകൊള്ളാം. ആ കണക്കിനകത്ത് എക്സ് ആരായിരുന്നു? ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു സൈഡ്. അപ്പൊ അടുത്ത വരിയിൽ വിച്ച് ഇംപ്ലൈസ് വൺ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ. ഒറിജിനൽ സ്ക്വയർ, യഥാർത്ഥ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം സമം എക്സ് ഈക്വൽ എത്ര മീറ്റർ? 5 മീറ്റർ. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. ഇപ്പൊ ചെവിലേക്ക് നോക്കിയിരിക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം?
there is a 2 meter wide path around a square ground. അർത്ഥം, ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്, സമചതുരാകൃതിയിലുള്ള ഒരു ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് 2 മീറ്റർ വീതിയുള്ള ഒരു പാത്തുണ്ട്. പാത്ത് മീൻസ് കായംകുളത്ത് പോയിട്ടുണ്ട്. സെന്റ് മേരീസ് സ്കൂളിന്റെ പടിഞ്ഞാറേ വശത്തെ പുതിയടത്ത് കുളം കണ്ടിട്ടുണ്ടോ? ആ കുളത്തിന് ചുറ്റുമായിട്ട് രാവിലെ ഓടാനും നടക്കാനും ഒക്കെ ഒരുപാട് പേര് വരും, കണ്ടിട്ടുണ്ടോ? കാരണം ടൗൺ ഏരിയ ആണെങ്കിലും വലിയ ആൾത്തിരക്കില്ലാതെ അതിന്റെ 4 ചുറ്റുമായിട്ട് എന്തുണ്ട്? റോഡുണ്ട്. 4 ചുറ്റുമായിട്ട് ആ റോഡിലൂടെ ആളുകൾ നടക്കാനും ഓടാനും ഒക്കെ. അതാണ് സംഭവം. അപ്പൊ ഒരു സ്ക്വയർ ഗ്രൗണ്ട്. ഇതിന് പകരം പുതിയടത്ത് വരുമ്പോ പുതിയടത്ത് കുളം. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? ചുറ്റുമായിട്ട് എന്തുണ്ട്? 2 മീറ്റർ വീതിയുള്ള 2 മീറ്റർ വീതിയുള്ള, അപ്പൊ ഇത് 2 മീറ്റർ ആണ്, ഇവിടുത്തെ വീതി 2 മീറ്റർ ആണ്, ഇവിടെയും 2 മീറ്റർ ആണ്, ഇവിടെയും 2 മീറ്റർ ആണ്. ഫിഗർ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ബാക്കി വായിച്ചാട്ടെ. ആദിത്യനിൽ ബാക്കി എന്തായിരുന്നു ചോദ്യം? ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് പാത്ത്, ഗ്രൗണ്ട് ആൻഡ് പാത്ത് ടുഗദർ ഈസ് 1225 സ്ക്വയർ മീറ്റേഴ്സ്. അർത്ഥം, ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് പാത്ത് ടുഗദർ ഈസ് 1225. അർത്ഥം, ഈ ഗ്രൗണ്ടിന്റെയും അതിന്റെ വെളിയിലുള്ള ആ നടപ്പാതയുണ്ടല്ലോ, പാത്ത്, ഇത് രണ്ടും കൂടെ ചേരുന്നതിന്റെ ഏരിയ, പരപ്പളവ് എത്രയാണ്? 1225 സ്ക്വയർ മീറ്റർ ആണ്. ബാക്കി ചോദ്യം, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് എലോൺ? ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ, പരപ്പളവ് എന്താണ്? ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായില്ല? ആയി. ചോദ്യത്തിൽ ആർക്കൊരു സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ ആൻസർ എന്ന് എഴുതിയിട്ട് ഈ ബോർഡിൽ കിടക്കുന്ന ഫിഗർ ഒന്ന് വരച്ച എല്ലാവരും. ആൻസർ എന്ന് എഴുതിയിട്ട് ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ വരയ്ക്കുക എല്ലാവരും. ആൻസർ എന്ന് എഴുതിയിട്ട് ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ എല്ലാവരും വരയ്ക്കാം. പറയട്ടെ പറയട്ടെ ഇപ്പൊ നമ്മൾ ആദ്യം എവിടെ തുടങ്ങണം? അതുകൊള്ളു, വലിയ സ്ക്വയർ തുടങ്ങണം. ആദ്യം എവിടെ തുടങ്ങണം? വലിയ സ്ക്വയർ കൊച്ചു സ്ക്വയർ എന്നാണോ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? അല്ല, ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം ഒരു ഗ്രൗണ്ടും പിന്നെ അതിന് വെളിയിലുള്ള പാത്തിന്റെ കാര്യം പറയാം. അപ്പൊ എവിടെ തുടങ്ങണം? ആദ്യം ഗ്രൗണ്ടിൽ തുടങ്ങണം. അപ്പൊ എഴുതുക, വൺ സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഈക്വൽ, വൺ സൈഡ് ഓഫ് ദി ഗ്രൗണ്ട് ഈക്വൽ, വൺ സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഈക്വൽ, വൺ സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഈക്വൽ, ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് എന്താ എടുക്കുന്നു? എക്സ്. ബ്രാക്കറ്റിൽ ഇടുന്നില്ല. സപ്പോസ്, അത്രയും അല്ലാതെ ഗ്രൗണ്ടിനെ കുറിച്ച് വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ പറഞ്ഞേക്കുന്ന ആരുടെ കാര്യം? പാത്തിന്റെ കാര്യം. അപ്പൊ എഴുതുക, വിഡ്ത്ത് ഓഫ് ദ പാത്ത് ഈക്വൽ, വിഡ്ത്ത് ഓഫ് ദി പാത്ത് ഈക്വൽ, മിണ്ടുന്നില്ല. വിഡ്ത്ത് ഓഫ് ദ പാത്ത് ഈക്വൽ, വിഡ്ത്ത് ഓഫ് ദ പാത്തോ, പാത്തിന്റെ വഴി, ആ വഴിയുടെ വീതി 2 മീറ്റർ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അവിടെ ഒരു വലിയ സ്ക്വയർ വരുന്നുണ്ട്. അതേതാ? ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള വലിയ സ്ക്വയർ, ആ നടുക്കുള്ള ഗ്രൗണ്ടും ആ വെളിയിലുള്ള പാത്തും കൂടെ ചേരുന്ന ഈ വലിയ സ്ക്വയർ. അപ്പൊ അടുത്ത എഴുതുക, ലാർജ് സ്ക്വയർ, വലിയ സമചതുരം. ബ്രാക്കറ്റിൽ എഴുതണം. അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്?
അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? ഗ്രൗണ്ട് പ്ലസ് പാത്ത്, ഗ്രൗണ്ട് പ്ലസ് പാത്ത്. അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതണം. വൺ സൈഡ് ഈക്വൽ, ഒരു വശം സമം, വെറുതെ ചാടിക്കൊരു ഉത്തരം പറയരുത്, ആലോചിച്ച് നോക്കിയിട്ട് പറയണം. എക്സ് പ്ലസ് ഉറപ്പാണോ? എന്നല്ല. ഇങ്ങോട്ട് നോക്കി, ഇത് എക്സ് ആണോ? ഇതിന്റെ ലെഫ്റ്റിലോട്ട് ഒരു 2 മീറ്റർ ആഡ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ റൈറ്റിലോട്ട് ഒരു 2 മീറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. മൊത്തം എത്ര ആഡ് ചെയ്തു? 4. താഴോട്ട് നോക്കിയാൽ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ആ എക്സിന്റെ കൂടെ താഴോട്ട് ഒരു 2 മീറ്റർ കൂട്ടിയിട്ടുണ്ട്, മുകളിലോട്ട് ഒരു 2 മീറ്റർ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്ര മീറ്റർ കൂട്ടി? 8 മീറ്റർ കൂട്ടിയെന്ന് 4. എത്ര കൂട്ടി? അപ്പൊ വൺ സൈഡ് ഈക്വൽ, ഒരു വശം സമം എക്സ് പ്ലസ് 4. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ക്വസ്റ്റ്യനകത്ത് എന്തോ ഏരിയ പറയുന്നില്ലേ? അത് ആരുടെ ഏരിയയാണ്? ഈ അകത്ത് കിടക്കുന്ന ഗ്രൗണ്ടിന്റെ ആണോ, അതോ വെളിയിലുള്ള പാത്തിന്റെ ആണോ, അതോ രണ്ടുകൂടെ ചേരുന്നതിന്റെ ആണോ? അപ്പൊ രണ്ടുകൂടെ ചേരുന്നതിന്റെ കാര്യം നമ്മൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏരിയ ഈക്വൽ പരപ്പളവേ സമം, ഏരിയ ഈക്വൽ പരപ്പളവേ സമം ഇടുന്നില്ല, 1225. 1225 യൂണിറ്റ് എന്തുവാ? മീറ്റർ സ്ക്വയർ. ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. ഈ വലിയ സ്ക്വയറിന്റെ, വലിയ സമചതുരത്തിന്റെ ഒരു വശം, ഒരു സൈഡ് എത്ര? എക്സ് പ്ലസ്. അപ്പൊ അങ്ങനെ എഴുതി വെക്കും. വിച്ച് ഇംപ്ലൈസ് ഇയ്യോ പറവുള്ളാരേ, എക്സ് പ്ലസ് 4 ഈക്വൽ ആണോ? എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 1225. സംശയമുണ്ട്? നടുക്കുള്ള ഗ്രൗണ്ടിന്റെയും അതിന്റെ വെളിയിലുള്ള 2 മീറ്ററുള്ള നടപ്പാതയും കൂടെ ചേരുമ്പോ കിട്ടുന്ന വലിയ സ്ക്വയറിന്റെ ഒരു വശം, ഒരു സൈഡ് എത്ര? +4. അതിന്റെ ഏരിയ എത്രയാണെന്ന ക്വസ്റ്റ്യന് പറയുന്നത്? 1225. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 1225. ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ടാമത്തെ എക്സാമ്പിളും എക്സസൈസിലെ ഒന്നാമത്തെ കണക്കും പോലെ ഇല്ലേ? ബാക്കി പറഞ്ഞാട്ടെ. എക്സ് പ്ലസ് 4 ഈക്വൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1225. എത്ര മതി? ഇല്ല. നോക്കാം. എക്സ് പ്ലസ് 4 ഈക്വൽ പ്ലസ് ഓർ മൈനസ്. ഇനി അങ്ങോട്ട് ഈ പാഠത്തിൽ ഒരുപാട് കണക്കിൽ ആവശ്യമുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞുതരുന്നത്. ഒന്നുകിൽ നമ്മൾ ഈ കൊല്ലത്തൊരു മനുഷ്യനുണ്ട്, ഐക്യുമാൻ എന്നറിയപ്പെടുന്ന മനുഷ്യനുണ്ട്, കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ വലിയ നമ്പറുകൾ ഗുണിക്കുക, കൂട്ടുക, അങ്ങനെയൊക്കെ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേരള പോലീസിന്റെ മെത്തേഡ് സ്വീകരിക്കണം. അറിയത്തില്ല? കേരള പോലീസിന് പല പുതിയ കുറ്റകൃത്യങ്ങളിലും പ്രതികളെ പിടിക്കാൻ സഹായിക്കുന്നത് അവരുടെ സൈബർ വിങ് ആണ്. എന്താണ് എന്ന് വെച്ചാൽ, പലപ്പോഴും ഇവർ തമ്മിൽ നടന്നിട്ടുള്ള, ഇപ്പോ കരുവാറ്റയിലെ സംഭവത്തിൽ ഈ പെൺകുട്ടിയെ, അവരുടെ അപ്പൂപ്പനെ കൊലപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യം അവന്മാരെ ആ പെൺകൊച്ചിനെ വിളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വല്ലതും വിചാരിക്കുന്നതൊക്കെ കാണിച്ചതിന് ശേഷം ആ ചാറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഇതൊന്നും എന്ത് ചെയ്യില്ലെന്നാണ്, കിട്ടില്ലെന്നാണ്. അവർക്ക് നിമിഷ നേരം മതി എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനമായാലും എന്ത് ചെയ്യാൻ റിക്കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ പലപ്പോഴും ഈ കുറ്റവാളികൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇവന്മാർ നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവും. ഈ എസ്കേപ്പ് ഇവന്മാരുടെ ഫോൺ എന്ത് ചെയ്യത്തില്ല, ഓൺ ചെയ്യത്തില്ല. പലപ്പോഴും മറ്റാരുടെയെങ്കിലും ഒക്കെ ഫോണിൽ നിന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ആളുകളെ, ബന്ധുക്കളെ ഒക്കെ ഇവന്മാർ വിളിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇവരുടെ ബന്ധുക്കളുടെ ഒക്കെ ലിസ്റ്റ് പോലീസിന്റെ ഉണ്ട്.
ആ ബന്ധുക്കളുടെ ഒക്കെ ഫോൺ നമ്പറുകൾ അവര് കൃത്യമായി എന്ത് ചെയ്യും? ട്രാക്ക് ചെയ്യും. അങ്ങനെ ട്രാക്ക് ചെയ്താൽ ആ നമ്പറിലേക്ക് എവിടെ നിന്നൊക്കെയാണ് കോളുകൾ വരുന്നത്, ഏത് ടവർ ലൊക്കേഷനിൽ നിന്നാണെന്നൊക്കെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, എന്റെ ഫോണിൽ കിടക്കുന്ന ഒരു നമ്പർ BSNL നമ്പറാണ്. ഇപ്പൊ ഇന്ന് വൈകിട്ട് ഒരു 4 മണി മുതൽ ഒരു 8:30, 8:45, ചിലപ്പോൾ ഒരു 9 മണി വരെ എന്റെ BSNL നമ്പർ ഈ കാപ്പിൽ കുറച്ച് അങ്ങോട്ട് തെക്കോട്ട് ചെല്ലുമ്പോൾ ആ മുസ്ലിം പള്ളിയിലേക്ക് കയറുന്ന വഴിയുടെ അവിടെ BSNL ഒരു ഓഫീസുണ്ട്. അവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവറിന്റെ പരിധിയിലായിരിക്കും എന്റെ BSNL നമ്പർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. എന്റെ മറ്റൊരു ഫോണിൽ കിടക്കുന്ന ജിയോയുടെ സിമ്മാണ്. ആ ജിയോയുടെ സിം ഇവിടുത്തെ നിയർ ബൈ ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഒരു ജിയോ ടവർ ഉണ്ടാകും. അതിന്റെ പരിധിയിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോ ഈ 2 ടവറിന്റെ പരിധിയിൽ നിന്ന് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് അടുത്ത റേഞ്ച് ഉള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോ അത് മറ്റൊരു ടവറിന്റെ പരിധിയിലേക്കാവും. അപ്പൊ എന്റെ ടവർ ലൊക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ ടവർ ലൊക്കേഷൻ വെച്ച് ആളെ കണ്ടുപിടിക്കാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് 1225 റൂട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. ആദിത്യാനിൽ 10ന്റെ സ്ക്വയർ അതറിയത്തില്ലേ? 100. 20ന്റെ സ്ക്വയർ 200. 20ന്റെ സ്ക്വയർ 400. 20ന്റെ സ്ക്വയർ 400. 30ന്റെ സ്ക്വയർ 900. 40ന്റെ സ്ക്വയർ 1000. ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രതി എവിടെയാണെന്നുള്ളതിന്റെ ഒരു ഐഡിയ, സൂചനയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നമ്പർ എത്ര? 1200. അത് ഏതിനും ഇടയിലാണ്? 900 900-നും 1600-നും ഇടയ്ക്കുള്ള നമ്പർ അല്ലേ 1225? ആണോ? എങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് ഏതിനും ഇടയിലായിരിക്കും? 30-നും 40-നും ഇടയിലായിരിക്കും. അപ്പൊ ലൊക്കേഷൻ പിടി കിട്ടിയല്ലോ. ഏതിനും ഇടയിൽ ഇരിപ്പുണ്ട്? 30-നും 40-നും ഇടയിലുണ്ട്. 30 ആണോ? അല്ല. 40 ആണോ? അല്ല. അപ്പൊ പിന്നെ 31 മുതൽ 39 വരെയുള്ള ആരോ ഒരാളാണ്. ബാലിച്ചേട്ടൻ, ഇതാണോ സാറിന്റെ എളുപ്പമാർഗം? 31ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, 32ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അങ്ങനല്ല പരിപാടി. ഇനി നോക്ക്. ഇവിടുത്തെ നമ്പർ എത്രയിലാണ് അവസാനിക്കുന്നത്? 25-ലാണ്. വേണമെങ്കിൽ 5 വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു നമ്പരിനെ ആദിത്യ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴല്ലേ സ്ക്വയർ കിട്ടുന്നത്. 30 കഴിഞ്ഞ അടുത്ത നമ്പർ എത്ര? 31. നിങ്ങൾ 31ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 ഗുണം 1 ഗുണിച്ചാൽ എത്ര കിട്ടുന്നത്? 1. അടുത്തത് 32. 2 ഗുണം 2 4. 33 എടുത്താൽ 3 ഗുണം 3 9. 34 എടുത്താൽ 4 ഗുണം 4 16 എന്ന് എഴുതിയാൽ 6 വരുന്നത്. 35 എടുത്താലോ 25. അപ്പോൾ ആൻസർ ആരാണ്? 30. ഇനി ആരോടും പറയത്തില്ലെങ്കിൽ വേറൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഒരു നമ്പര്, അതായത് ഒരു സ്ക്വയർ ആയ നമ്പര് 25-ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് അവസാനിക്കുന്നത് 5-ലായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഒരു നമ്പർ 5-ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ സ്ക്വയർ അവസാനിക്കുന്നത് എത്രയിലായിരിക്കും? 25-ലായിരിക്കും. എത്രയിലായിരിക്കും? അപ്പൊ എത്ര ഇവിടുത്തെ ആൻസർ? 25. 35. എത്രയാണ്? അപ്പൊ എഴുതിയാട്ടെ. x + 4 പ്ലസ് ഓർ മൈനസ്. ഇതൊന്ന് വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടേക്കണം. ഈ സ്റ്റെപ്പ് ഒന്ന് വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടേക്കണം. എങ്ങനെയാണ് ഈ 35 കിട്ടിയെന്നുള്ളത്. എഴുതിയോ? സമയം 8:25. ഇത്ര എഴുതിയോ? ഇനി ബാക്കി നമ്മൾ നേരത്തെ ചെയ്തോളൂ. ബാക്കി പറഞ്ഞോട്ടെ. ഇനി ബാക്കി പഴയ സ്റ്റെപ്പ്.
എക്സ് പ്ലസ് 4 എത്ര വില? 2 വില. എക്സ് പ്ലസ് 4 ഒരു വില 35. ഓർ എക്സ് പ്ലസ് 4 അടുത്ത വില പറയടേ -35 ആണോ? അപ്പോൾ എക്സ് ഈക്വൽ 35 പ്ലസ് 4 അപ്പുറത്ത് പോട്ടെ -4. എക്സ് ഈക്വൽ 35 4 കുറച്ചാൽ 35 4 കുറച്ചാൽ 31. അപ്പുറത്ത് എക്സ് ഈക്വൽ -35 പ്ലസ് 4 അപ്പുറത്ത് പോട്ടെ -4. എക്സ് ഈക്വൽ -35 -4 -39. ഇവിടെ വരെ ഓക്കെ ആണോ? നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? അതുള്ളൂ. ആ സ്ക്വയർ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിനെയാണ് എക്സ് വിളിച്ചത്. ആ എക്സിനാണ് 31 39 -39 എന്നുള്ള 2 വില കിട്ടിയത്. ഇനി അഭിപ്രായം എക്സ് അല്ലെങ്കിൽ -39 എന്ന് പറഞ്ഞ വില എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അടുത്തൊരു എഴുതുക. എക്സ് ഈക്വൽ -39 എക്സ് ഈക്വൽ -39 ഈസ് നോട്ട് acceptable. Therefore x equal 31. ചോദ്യത്തിൽ എന്തുവായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ? ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ. അപ്പൊ അടുത്തൊരു എഴുതുക. വിച്ച് എംപ്ലൈസ് വൺ സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഈക്വൽ, ഗ്രൗണ്ടിന്റെ ഒരു വശം സമം എക്സ് ഈക്വൽ 31 യൂണിറ്റ് മീറ്റർ. അപ്പൊ ഗ്രൗണ്ടിന്റെ ഒരു വശത്തിന്റെ നീളം 31 മീറ്റർ എന്ന് കിട്ടി. എങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. എഴുതുക. ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ. അടുത്ത വരിയില് ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് എലോൺ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഹലോ, അതെങ്ങനെ കണ്ടുപിടിക്കും? ഗ്രൗണ്ടിന്റെ ഷേപ്പ് സ്ക്വയറാ. അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 31 കിട്ടി. എങ്കിൽ അതിന്റെ ഏരിയ 31ന്റെ സ്ക്വയർ. 31നെ 31 കൊണ്ട് ഗുണിച്ച് ഉത്തരം പറഞ്ഞാട്ടെ. 31നെ 31 കൊണ്ട് ഗുണിച്ച് ഉത്തരം പറയുക. 961 961 മീറ്റർ സ്ക്വയർ. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക.